വിശുദ്ധ ബെനഡിക്ട് AD 480 ശ്രേഷ്ഠകുലജാതരായ മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ചു. മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് വരപ്രസാദത്തിലും നാമത്തിലും അനുഗ്രഹീതൻ എന്നാണ്. വിശുദ്ധന്റെ ജന്മദേശമാകാൻ ഭാഗ്യമുണ്ടായത് റോമിൽ നിന്ന് 80 മൈൽ അകലെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നൂർസിയ എന്ന ചെറുപട്ടണത്തിനാണ്. ബാലനായിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ മാതാപിതാക്കൾ റോമിലേക്ക് അയച്ചു. ആ നിത്യനഗരത്തിൽ വെച്ച് ഇദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകപ്പെട്ടു. സഹപാഠികളുടെ അസന്മാർഗികമായ ജീവിത രീതി കണ്ട് വിശുദ്ധ ബെനഡിക്ട് ഞെട്ടിപ്പോയി. വനാന്തരങ്ങളിലേക്ക് ഓടി ഒളിച്ചുകൊണ്ട് തന്റെ ഹൃദയ നൈർമല്യം പരിരക്ഷിക്കുന്നതിന് അദ്ദേഹം ഉറച്ചു. മറ്റൊരു സ്നാപക യോഹന്നാനെ പോലെ ഒരു ഏകാന്തമായ ഗുഹയിൽ 3 വർഷക്കാലം വസിച്ചു. ദൈവം തന്നെ വിളിച്ചിരിക്കുന്ന ആ മഹാവേലയ്ക്കൊരുങ്ങുവാനായി ഇക്കാലമെല്ലാം പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ആശ്രാനുഗ്രഹത്തിലും ചിലവഴിച്ചു. ആ ഏകാന്ത ഗുഹയുടെ സ്ഥാനത്താണ് സുബിയാക്കോ സാക്രോ സ്പെക്കോ ബെനഡിക്റ്റൻ ആശ്രമം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ പുണ്യകീർത്തി അവിടെയെങ്ങും വ്യാപിക്കുകയാൽ സമീപസ്ഥമായ ഒരു ആശ്രമത്തിലെ സന്യാസികൾ ഇദ്ദേഹത്തെ തങ്ങളുടെ ശ്രേഷ്ഠനായി തിരഞ്ഞെടുത്തു. ഇക്കാലത്ത് ശത്രുക്കളിൽ ചിലർ വിഷം കലർത്തിയ ഒരു കപ്പു വീഞ്ഞു ഇദ്ദേഹത്തിന് കുടിക്കുവാൻ കൊടുത്തു. വിശുദ്ധൻ തന്റെ പതിവനുസരിച്ച് കുരിശടയാളം വരച്ച് അത് ആശീർവദിച്ചു. തൽക്ഷണം ആ കപ്പ് തകർന്നു വീണു. ഫണവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പാമ്പ് അതിൽ നിന്ന് പ്രത്യക്ഷമായി. വിശുദ്ധ ബെനഡിക്റ്റിന്റെ സ്വാധീനതയെ നശിപ്പിക്കുവാൻ ദുഷ്ടാരൂപി പിന്നെയും ശ്രമിച്ചുകൊണ്ടിരുന്നു. കൂടാതെ ഇദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരായ അനുയായികളുടെ സന്മാർഗ ബോധത്തെ നശിപ്പിക്കുന്നതിന് അധപ്പതിപ്പിച്ച ഒരു വൈദികനെ പോലും പിശാച് ഉപകരണമാക്കി. ദുഷ്ടാരൂപിയുടെ ഈ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അനുയായികളിൽ ചിലരോട് കൂടി വിശുദ്ധ ബെനഡിക്ട് മോന്തേക്കസിനോയിലേക്ക് പോയി. അവിടെ ഇദ്ദേഹം മിശിഹായുടെ കുരിശ് ഉയർത്തുകയും പരിതരെ സത്യ സഭയിലേക്ക് തിരിക്കുകയും ലോകത്തിലേക്കും ഏറ്റവും കീർത്തിയേറിയ സന്യാസാശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് AD 529 ആണ്ടിനോടടുത്ത് ഇന്നും അദ്ദേഹത്തിന്റെ നാമം വഹിച്ചു നിലകൊള്ളുന്ന ആ മഹത്തായ സന്യാസ സഭ സ്ഥാപിച്ചു. പരിശുദ്ധാരൂപിയാൽ പ്രേരിതനായി 500 വർഷക്കാലത്തേക്ക് എല്ലാ സന്യാസ അന്തസ്സുകാരുടെയും നിയമമായിരുന്ന റൂൾ ഓഫ് സെയിന്റ് ബെനഡിക്ട്, ആ വിശുദ്ധ നിയമങ്ങൾ ഇവിടെ വെച്ച് അദ്ദേഹം എഴുതി. ആ പരിശുദ്ധ നിയമങ്ങൾ ഇന്നും വിശുദ്ധ ബെനഡിക്റ്റിന്റെ സഭയിൽപ്പെട്ട അനേകായിരം സന്യാസികളുടെ ജീവിത മാനദണ്ഡമാണ്. വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ വിശുദ്ധ ബെനഡിക്ട് പ്രവർത്തിച്ച അനേകം അത്ഭുതങ്ങളെ പറ്റി അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ വിവരിച്ചിട്ടുണ്ട്. AD 547 മാർച്ച് 21 തന്നെ ദേവാലയത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതിന് വിശുദ്ധ ബെനഡിക്ട് തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. അവിടെ അവരുടെ മധ്യേ അവരുടെ കൈകളാൽ താങ്ങപ്പെട്ടുകൊണ്ട് ആകാശത്തിലേക്ക് കൈകൾ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് പരിശുദ്ധവും നിഷ്കളങ്കവുമായ തന്റെ ആത്മാവിനെ സൃഷ്ടാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. സ്വസഹോദരിയായ വിശുദ്ധ സ്കോളസ്റ്റിക്കായുടെ ശവകുടീരത്തിന് സമീപം അദ്ദേഹം തന്നെ തയ്യാറാക്കിയിരുന്ന കല്ലറയിൽ അദ്ദേഹത്തിന്റെ വിശുദ്ധ ശരീരം സംസ്കരിക്കപ്പെട്ടു. എക്കാലത്തുമുള്ള അദ്ദേഹത്തിന്റെ ആത്മീയ പുത്രന്മാർ തങ്ങളുടെ സഭാസ്ഥാപനവും പിതാവുമായ ഈ വിശുദ്ധന്റെ മാതൃക അനുസരിച്ച് വിശുദ്ധ കുരിശും ക്രിസ്തുവിന്റെ പഠനങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആത്മീയ സൂതർ തങ്ങളുടെ വിശുദ്ധ സ്ഥാപകന്റെ വിശുദ്ധ കുരിശിനോടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ഭക്തിയുടെയും സ്മരണയ്ക്കായി വിശുദ്ധ ബെനഡിക്റ്റിന്റെ കാശുരൂപം അനേകം നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുകയും അതിനായി വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാശുരൂപത്തിനും ഇത്ര അതിശക്തമായ ശക്തിയുള്ളതായി അനുഭവപ്പെടുന്നില്ല. വേറൊരു കാശുരൂപവും തിരുസഭ ഇതിനോളം കാര്യമായി മതിക്കുന്നുമില്ല. വിശുദ്ധ ബെനഡിക്റ്റിന്റെ കാശുരൂപം ഭക്തിപൂർവ്വം ധരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മീയവും ശാരീരികവുമായ സഹായങ്ങൾ അത്ഭുതകരങ്ങളാണ്. അതിനാൽ ഈ ഭക്തവസ്തു
ലോകമെമ്പാടും നന്നായി അറിയപ്പെടുകയും ധാരാളമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നതിൽ വിസ്മയിക്കാനില്ല. ഭക്തിപൂർവം ഈ മെഡൽ ധരിക്കുന്നവർക്ക് തിരുസഭ കൽപ്പിച്ചനുവദിച്ചിരിക്കുന്ന നിരവധി ദണ്ഡവിമോചനങ്ങൾ ഈ കാശ് രൂപത്തിന്റെ മഹത്വത്തെയും മൂല്യത്തെയും വർദ്ധിപ്പിക്കുന്നു. വിശുദ്ധ ബെനഡിക്റ്റിന്റെ കാശുരൂപത്തിന്റെ ഉത്ഭവവും പ്രാരംഭ ചരിത്രവും പൗരാണികത്വത്തിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മറയപ്പെട്ടിരിക്കുകയാണ്. ബ്രൂണോ എന്ന നാമധാരിയായ പുണ്യചരിത്രനായ ഒരു യുവാവ് ഒരു വിഷജന്തുവിന്റെ ദംശനം മൂലമുണ്ടായ മാരകമായ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി ഈ കാശുരൂപം മൂലം സുഖം പ്രാപിച്ചു. ഈ സംഭവം നടന്നത് AD 1000 ആണ്ട് കഴിഞ്ഞ ഉടനെയാണ്. ഈ യുവാവ് വിശുദ്ധ ബെനഡിക്റ്റിന്റെ സഭയിൽ ഏറ്റവും ഉത്തമമായ ഒരു ജീവിതം കഴിച്ച ശേഷം ലിയോ 9 മാർപ്പാപ്പ എന്ന പേരിൽ പരിശുദ്ധ സിംഹാസനത്തിൽ മാർപ്പാപ്പയായി ആരോഹണം ചെയ്തു. തിരുസഭ തൻ്റെ വിശുദ്ധരിൽ ഒരുവനായി ബഹുമാനിക്കുന്ന ഈ മാർപ്പാപ്പ വിശുദ്ധ കുരിശിനോടും വിശുദ്ധ ബെനഡിക്റ്റിനോടുമുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വളരെയധികം യത്നിച്ചു. ആശീർവാദങ്ങളാലും ദണ്ഡവിമോചനങ്ങളാലും അദ്ദേഹം വിശുദ്ധ ബെനഡിക്റ്റിന്റെ കാശുരൂപത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും അത് ഉപയോഗിക്കുന്നതിന് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. ശക്തിയും പ്രയോജനവും. വിശുദ്ധ ബെനഡിക്റ്റിന്റെ കാശുരൂപം തിരുസഭയിലെ കൗദാശികളിൽ ഒന്നാണ്. അതിൻ്റെ ഉപയോഗവും വളരെ ഫലപ്രദമാകുന്നു. എന്നാൽ ഒരു അലങ്കാര വസ്തുവായോ അന്ധവിശ്വാസപരമായ കാര്യങ്ങൾക്കായോ ഇത് ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ വിശുദ്ധ സഭയ്ക്കെതിരായ പാപമായിരിക്കും. ഈ കാശുരൂപത്തിൻ്റെ മൂല്യത്തിൻ്റെയും ശക്തിയുടെയും നിദാനം ക്രൂശിതനായ മിശിഹായുടെ യോഗ്യതകളും നമ്മുടെ വിശുദ്ധ പിതാവ് ബെനഡിക്റ്റിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനകളും തിരുസഭയുടെ ആശീർവാദവും സർവോപരി അത് ധരിക്കുന്ന ആളിൻ്റെ വിശ്വാസവും ഭക്തി മനോഭാവവുമാണ്. വിശുദ്ധ ബെനഡിക്റ്റിന്റെ കാശുരൂപത്തിന് ഉണ്ടായിരിക്കുന്ന അനേകം ഭക്തോദ്ദേശങ്ങളിൽ ചിലതാണ് താഴെ പറയുന്നത്. പിശാചിൽ നിന്നും ആത്മാവിനും ശരീരത്തിനും ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളെയും അത് തടയുന്നു. പിശാചിനെ ഓടിക്കുന്ന കാശുരൂപം എന്നാണ് മിഷൻ നാടുകളിൽ ഇത് അറിയപ്പെടുന്നത്. കഠിന പാപികൾക്ക് പോലും ഇത് മാനസാന്തരവരം നേടിക്കൊടുക്കുന്നു. പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്നവരെയും ശുദ്ധതയ്ക്കെതിരായി പ്രലോഭനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെയും ഇത് സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായുടെയും പരിശുദ്ധ കന്യാ മാതാവിൻ്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും സഹായം മരണസമയത്ത് ലഭിക്കുന്നതിന് ഇത് കാരണമാകുന്നു. ഇതിൻ്റെ ഉപയോഗം മൂലം ശാരീരിക പീഡകളും രോഗങ്ങളും സാധാരണയായി സുഖപ്പെട്ടിട്ടുണ്ട്. സാംക്രമിക രോഗങ്ങൾക്ക് ഇത് ഫലസിദ്ധിയേറിയ ഒരു പ്രതിവിധിയാണ്. മന്ത്രവാദത്തിനും മറ്റു പൈശാചിക സ്വാധീനങ്ങൾക്കും എതിരായി ഇതിന് പ്രത്യേക ശക്തിയുണ്ട്. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിന് വേണ്ട പ്രത്യേക സ്വർഗീയ സഹായം ഇതുമൂലം ലഭ്യമായിട്ടുണ്ട്. കൊടുങ്കാറ്റിൻ്റെയും കരയിലും കടലിലുമുള്ള മറ്റ് അപകടങ്ങളുടെയും സമയത്ത് ഇത് നമ്മെ സംരക്ഷിക്കുന്നു. പ്ലേഗ് മുതലായ പകർച്ചവ്യാധികൾ ബാധിച്ച വളർത്തുമൃഗങ്ങൾക്ക് ദൃശ്യമായ സഹായം ഇതുമൂലം സിദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് ബെനഡിക്റ്റിന്റെ കാശുരൂപം. ഈ കാശുരൂപത്തിന്റെ വിവരണമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ കാശുരൂപത്തിന്റെ ഒരു വശത്ത് വിശുദ്ധ ബെനഡിക്റ്റിന്റെ ചരിത്രവും മറുവശത്ത് ഒരു കുരിശും, കുരിശിന്റെയും വിശുദ്ധ ബെനഡിക്റ്റിന്റെയും രൂപത്തിന് ചുറ്റും ലത്തിൻ റീത്തിൽ ചില ലിഖിതങ്ങളും ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിശുദ്ധന്റെ വലത് കൈയിൽ നമ്മുടെ രക്ഷയുടെ അടയാളമായ കുരിശും ഇടത് കൈയിൽ സഭയുടെ നിയമാവലിയും പിടിച്ചിരിക്കുന്നതായാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധന്റെ ചിത്രത്തിന്റെ വശങ്ങളിലായി വിശുദ്ധ പിതാവ് ബെനഡിക്റ്റിന്റെ കുരിശ് എന്ന വാക്കുകൾ ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കാശുരൂപത്തിന്റെ മറുവശത്ത് കുരിശിന് മുകളിലായി വിശുദ്ധ ബെനഡിക്റ്റിന്റെ സഭയുടെ മുദ്രാവാക്യമായ സമാധാനം പാക്സ് എന്ന വാക്ക് ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കുരിശിന്റെ മൂലകളിൽ CSPB എന്ന അക്ഷരങ്ങൾ കൊത്തിയിട്ടുണ്ട്. വിശുദ്ധ പിതാവ് ബെനഡിക്റ്റിന്റെ കുരിശ് എന്ന ലത്തീൻ വാക്കുകളിലെ ആദ്യ അക്ഷരങ്ങളാണവ. കുരിശിന്റെ
ലംബരേഖയിൽ CSSML എന്നും കുറുകെയുള്ള രേഖയിൽ NDSMD എന്നും അക്ഷരങ്ങളുണ്ട്. ഇത് പറയുന്നത് ഇപ്രകാരമാണ്. ലാറ്റിൻ ഭാഷയിൽ ക്രൂക് സാക്രാസിറ്റ് മിഹി ലൂക്സ് നോൺ ഡ്രാഗോസിറ്റ് മിഹി ദൂക്സ്. ഇതിൻ്റെ അർത്ഥം വിശുദ്ധ കുരിശ് എൻ്റെ പ്രകാശമായിരിക്കട്ടെ, പിശാച് ഒരിക്കലും എൻ്റെ വഴികാട്ടിയാകാതിരിക്കട്ടെ എന്ന ലത്തീൻ പ്രാർത്ഥനയുടെ ആദ്യ അക്ഷരങ്ങളാണ്. കാശരൂപത്തിൻ്റെ വലത് അറ്റത്ത് മുകളിൽ നിന്ന് VRSN SMVS MQLIVB എന്ന അക്ഷരങ്ങൾ ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ലത്തീൻ ഭാഷയിൽ ഇപ്രകാരമാണ്. വാഡെ റെട്രോ സാത്താന നുൺക്വാം സ്വാഡെ മിഹിവാന സുണ്ട്മാല കോലിബാസ് ഇപ്സെവേന ബിബാസ്. പിശാചെ, നീ എൻ്റെ പിന്നിൽ പോകുക, മായയായ സംഗതികളിൽ എന്നെ നീ പരീക്ഷിക്കരുത്. നീ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നവ തിന്മയാണ്, നിന്റെ വിഷം നീ തന്നെ കുടിക്കുക. ഇതാണ് ഈ പ്രാർത്ഥനയുടെ മലയാളാർത്ഥം. കാശരൂപം ഉപയോഗിക്കേണ്ട വിധം. വിശുദ്ധ ബെനഡിക്റ്റിന്റെ കാശരൂപത്തോട് അനുബന്ധിച്ചിരിക്കുന്ന ആധ്യാത്മികവും ലൗകികവുമായ ആനുകൂല്യങ്ങൾ പ്രാപിക്കുന്നതിന് ഇത് ശരീരത്തിൽ ധരിക്കുകയോ ശരീരത്തോടടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യണം. ഉദാഹരണമായി കൊന്തയിലോ വെന്തിങ്ങയിലോ ഘടിപ്പിച്ച് ഇത് ധരിക്കാവുന്നതാണ്. രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ കുടിക്കുന്ന വെള്ളത്തിലോ മരുന്നിലോ ഇത് മുക്കിയ ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഭക്തരായ പല ആളുകളും അവരുടെ വീടിൻ്റെ കതകിലോ ഭിത്തിയിലോ ഈ കാശരൂപം പൂജ്യമായി സ്ഥാപിക്കുന്നു. വീടുകളുടെ അടിത്തറയിൽ ഈ പൂജ്യവസ്തു കൂടെ നിക്ഷേപിക്കാറുണ്ട്. ഉപദ്രവകരങ്ങളായ പ്രാണികളുടെയും ജന്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി തോട്ടങ്ങളിലും വയലുകളിലും ആളുകൾ ഈ കാശരൂപം കുഴിച്ചിടാറുണ്ട്. ഇത് ധരിക്കുന്ന ആൾ പ്രത്യേക ജപങ്ങളൊന്നും ചെല്ലേണ്ടതില്ല. എന്നാൽ ഇതിനോടനുബന്ധിച്ചുള്ള ദണ്ഡവിമോചന പ്രാപ്തിക്ക് ചില നിർദ്ദിഷ്ട ജപങ്ങൾ ചൊല്ലണം. ഒരുവൻ വരപ്രസാദ സ്ഥിതിയിലായിരിക്കുകയും ക്രൂശിതനായ മിശിഹായുടെ തീക്ഷ്ണ ഭക്തനായിരിക്കുകയും വിശുദ്ധ ബെനഡിക്റ്റിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വിനയാന്വിതമായി ശരണം വഹിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് സർവപ്രധാനമായത്. ഉദാഹരണമായി കുരിശിന്റെ വഴി ചെല്ലുക, കർത്താവിൻ്റെ 5 തിരുമുറുകളുടെ സ്തുതിക്കായുള്ള ജപം ചെല്ലുക, വിശുദ്ധ ബെനഡിക്റ്റിന്റെ സ്തുതിക്കായും വിശുദ്ധനോടുമുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലുക മുതലായവ ഫലപ്രദമായ ചില ഭക്ത്യാഭ്യാസങ്ങളാണ്. ബെനഡിക്റ്റൻ നിയമാവലി ദ റൂൾ ഓഫ് ബെനഡിക്റ്റ് എന്ന നിയമങ്ങൾ രചിച്ച് സന്യാസികൾ കഴിയേണ്ട വ്യക്തമായ രീതികൾ നിർദ്ദേശിച്ചു. ഇതേ അടിസ്ഥാനത്തിലാണ് ബെനഡിക്റ്റൻ സന്യാസ സഭ ബെനഡിക്റ്റൻ ഓർഡർ രൂപീകൃതമായത്. അദ്ദേഹം ഇറ്റലിയിലെ മോണ്ടാ കസീനോ എന്ന സ്ഥലത്ത് ഒരു വലിയ മഠം സ്ഥാപിച്ചു. ഇത് പിന്നീട് ക്രിസ്തീയ സന്യാസ സമുദായങ്ങളുടെ അടിസ്ഥാനമായി മാറി. സെയിന്റ് ബെനഡിക്റ്റിന്റെ ദർശനങ്ങൾ ഇവയെല്ലാമാണ്. ദ വിഷൻ ഓഫ് സെയിന്റ് ബെനഡിക്റ്റ്. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം, പ്രാർത്ഥനയും തൊഴിലും, സൗഹൃദവും സഹജീവിതവും, ആത്മീയ വിജ്ഞാനം, അനുശാസനവും വിനയവും. ഇതിൽ ആദ്യം പ്രതിപാദിക്കുന്ന ദൈവത്തിൽ പൂർണ്ണ വിശ്വാസത്തിൽ ദൈവത്തിന് ആജ്ഞാപാലനം ചെയ്ത് ജീവിതം നയിക്കുക എന്നതാണ് ഉദ്ദേശം. രണ്ടാമത് പറഞ്ഞ പ്രാർത്ഥനയും തൊഴിലും, പ്രാർത്ഥനയുടെയും തൊഴിലിലൂടെയും സമന്വയത്തിലൂടെ ജീവിതം ആചരിക്കുക. മൂന്നാമത് പറഞ്ഞ സൗഹൃദവും സഹജീവിതവും, സമാധാനപരമായ സഹജീവിതം അനുഷ്ഠിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ആത്മീയ വിജ്ഞാനം, ആത്മീയതയിൽ വളർച്ച നേടുക, ഇതാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അവസാനമായി പറഞ്ഞ അനുശാസനവും വിനയവും, അതിജീവനത്തിനായി നിയമാനുസൃതമായ ജീവിതം നയിക്കുക. ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ. ഇനി അടുത്തതായി മിഷൻ ഓഫ് സെയിന്റ് ബെനഡിക്റ്റ്. ദൈവത്തിനോട് അർപ്പണബോധത്തോടെ ജീവിക്കുക, ക്രിസ്തീയ ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ സന്യാസ ജീവിതം പ്രോത്സാഹിപ്പിക്കുക, സേവനവും പ്രാർത്ഥനയും സംയോജിപ്പിച്ച ജീവിതം പ്രചരിപ്പിക്കുക, സമാധാനവും സൗഹൃദവുമുള്ള സമൂഹം രൂപീകരിക്കുക, ക്രിസ്തുവിന്റെ ഭക്തരായി മതപരമായ നിയന്ത്രണങ്ങൾ പാലിക്കുക.
സെയിന്റ് ബെനഡിക്റ്റിന്റെ 10 അത്ഭുതങ്ങളാണ് ഇനി പ്രതിപാദിക്കാൻ പോകുന്നത്. ഒന്നാമതായി, വിഷം ഉള്ള കിണർ വെള്ളം ശുദ്ധമാക്കിയത്. കിണറിൽ വിഷം ചേർക്കപ്പെട്ടിട്ടും ബെനഡിക്റ്റ് അതിന് കുരിശടയാളം ആലേഖനം ചെയ്തപ്പോൾ വെള്ളം ശുദ്ധമായി. രണ്ടാമത്തെ അത്ഭുതം, വിഷമുള്ള അപ്പത്തിൽ നിന്ന് രക്ഷ. ഒരു ശത്രു വിഷം കലർന്ന അപ്പം നൽകുകയുണ്ടായി. ബെനഡിക്റ്റ് അതിന് കുരിശടയാളം ആലേഖനം ചെയ്തപ്പോൾ അപ്പം പൊട്ടി വീണു. മൂന്നാമത്തെ അത്ഭുതം, ഒരു സമുദായത്തിന് ശുദ്ധജലം ലഭിച്ചത്. ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതായപ്പോൾ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ഒരു ഉറവ കണ്ടെത്തി. നാലാമതായി, ഒരു തകർന്ന മഠം പുനർനിർമ്മിച്ച സംഭവമാണ്. ഒരു വലിയ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ ബെനഡിക്റ്റ് പ്രാർത്ഥിച്ചതോടെ അതിന്റെ ഭാഗങ്ങൾ അതിജീവിച്ചു. അഞ്ചാമതായി, ദൈവിക ദർശനം. അദ്ദേഹത്തിന് പലതവണ ദൈവത്തെയും കർത്താവിനെയും ദർശിക്കാൻ സാധിച്ചു. ആറാമതായി, സന്യാസിയുടെ ആത്മാവിനെ രക്ഷിച്ചത്. ഒരു പാപിയായ സന്യാസിയുടെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നത് അദ്ദേഹം ദർശനത്തിലൂടെ കണ്ടു. ഏഴാമതായി, ഉണക്കിയ ചെറുപുഴയ്ക്ക് വെള്ളം തിരികെ ലഭിച്ചത്. അദ്ദേഹം പ്രാർത്ഥനയിലൂടെ ഒരു ഉണങ്ങിയ ചെറുപുഴയ്ക്ക് വീണ്ടും വെള്ളം ഒഴുക്കിയതായി രേഖകളുണ്ട്. എട്ടാമതായി, ചൂടുള്ള ചൂളിയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ശിഷ്യൻ ചൂളിയിൽ വീണപ്പോൾ ബെനഡിക്റ്റ് പ്രാർത്ഥിച്ചതോടെ അവൻ അതിൽ നിന്ന് പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. ഒൻപതാമതായി, വിമുഖനായ യുവാവിനെ ദൈവ വഴിയിൽ കൊണ്ടുവന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയ ഒരു യുവാവിനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ തിരികെ കൊണ്ടുവന്നു. അടുത്തതായി, അതിരത്തിൽ നിന്ന് വരുന്ന ശത്രുക്കളെ തടഞ്ഞത്. അദ്ദേഹത്തിന്റെ ദൈവിക ശക്തിയാൽ ഒരു ആക്രമണത്തെ തടയാനായി. സെയിന്റ് ബെനഡിക്റ്റിന്റെ പ്രാധാന്യം. സെയിന്റ് ബെനഡിക്റ്റ് ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരു വലിയ മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ആചാരങ്ങൾ, ദർശനം, ആത്മീയ നിയമങ്ങൾ ക്രിസ്തീയ സമൂഹം ഇന്നും പിന്തുടരുന്നു. ജൂലൈ 11 അദ്ദേഹത്തിന്റെ തിരുനാൾ ദിനം ആഘോഷിച്ചു വരുന്നത്. ഓറ എറ്റ് ലബോറ, പ്രാർത്ഥനയും തൊഴിലും എന്ന ദർശനം ഉൾക്കൊണ്ടാൽ നമുക്ക് ആത്മീയമായും സാമൂഹികമായും പുരോഗതി നേടാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സെയിന്റ് ബെനഡിക്റ്റ് പ്രാർത്ഥനയിൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. സെയിന്റ് ബെനഡിക്റ്റ് ഉപയോഗിച്ച പ്രധാന മതചിഹ്നങ്ങൾ. സെയിന്റ് ബെനഡിക്റ്റിന്റെ ക്രോസ്, ദ ബെനഡിക്റ്റൻ ക്രോസ് എന്നറിയപ്പെടുന്ന. രണ്ടാം, സെയിന്റ് ബെനഡിക്റ്റൻ മെഡൽ. ഈ മെഡലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായി, ബെനഡിക്റ്റൻ നിയമാവലി, ദ റൂൾ ഓഫ് സെയിന്റ് ബെനഡിക്റ്റ്. സന്യാസ സമൂഹങ്ങൾക്ക് വേണ്ടി സെയിന്റ് ബെനഡിക്റ്റ് തയ്യാറാക്കിയ ജീവിത നിയമങ്ങളാണ്. പ്രാർത്ഥനയും തൊഴിലും എന്ന ആശയം ഇതിന്റെ അടിസ്ഥാനമാണ്. ഇന്നും ബെനഡിക്റ്റൻ സന്യാസികൾ ഇതിനെ അനുഗമിക്കുന്നു. അടുത്തതായി, ബൈബിൾ. ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം. സെയിന്റ് ബെനഡിക്റ്റ് തന്റെ ശിഷ്യരെ ബൈബിൾ പഠനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. മതജീവിതത്തിൽ ദിവസവും ബൈബിൾ പാരായണം നിർബന്ധമായിരുന്നു. അടുത്തതായി, പ്രാർത്ഥനാമാല, റോസറി ഓർ പ്രയർ ബീഡ്സ്. ദൈവത്തോട് അർപ്പണബോധത്തോടെ പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഈ മാല ഉപയോഗിച്ച് സെന്റ് ബെനഡിക്റ്റ് ദൈവിക സുരക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. അടുത്തതായി, ദേവാലയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ധൂപക്കൽ. ദൈവത്തെ ആദരിക്കാനും ദൈവിക അന്തരീക്ഷം സൃഷ്ടിക്കാനുമുള്ള പ്രധാന ഘടകം. സെയിന്റ് ബെനഡിക്റ്റിന്റെ ആരാധനകളിൽ സ്മൃതിയും സമാധാനവും വർദ്ധിപ്പിക്കാൻ ഇത് ഉപയോഗിച്ചു. ബെനഡിക്റ്റൻ കച്ച, കറുത്ത കുപ്പായം ബെനഡിക്റ്റൻ സന്യാസികളുടെ പരമ്പരാഗത വസ്ത്രമായിരുന്നു. അരസിക്കാത്ത ജീവിതത്തിന്റെ അടയാളം കൂടിയായിരുന്നു ഇത്. അതിനാൽ തന്നെ ഇത് വിനയം, ആത്മസംയമനം, സേവനം എന്നിവയുടെ പ്രതീകമായി മാറി. തിരുവെണ്ണ, ഹോളി ഓയിൽ, ദൈവിക ഉണർവിനും രോഗശാന്തിക്കുമുള്ള എണ്ണയായിരുന്നു ഇത്. ബെനഡിക്റ്റ് വിശുദ്ധ വൃക്ഷത്തൈകളിലെയും സ്നേഹാനുഗ്രഹത്തിനും ഇത് ഉപയോഗിച്ചു. ബെനഡിക്റ്റ് ശേഖരിച്ച വിശുദ്ധ ജലം ദുർശക്തികളെ അകറ്റാനും ആശ്രമങ്ങളെയും വിശ്വാസികളെയും സംരക്ഷിക്കാനും ഉപയോഗിച്ചു. ഇത് ആശ്രമങ്ങൾക്കും ആരാധനാഗൃഹങ്ങൾക്കും പകർന്നു നൽകുന്നത് പതിവായിരുന്നു. ബെനഡിക്റ്റൻ പ്രാർത്ഥനാ പുസ്തകം. ബെനഡിക്റ്റൻ സന്യാസികൾ ദിവസവും പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഗ്രന്ഥമായിരുന്നു ഇത്. ഈ പുസ്തകത്തിൽ 100 കണക്കിന് സങ്കീർത്തനങ്ങളും ദൈവിക ശ്ലോകങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. സെയിന്റ് ബെനഡിക്റ്റ് മതപരമായും ആത്മീയവുമായ ഉപകരണങ്ങൾ ജീവിതത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരിക്കുന്നു.
അവയിൽ ഏറ്റവും പ്രസിദ്ധമായത് ബെനഡിക്റ്റ് ക്രോസ്, ബെനഡിക്റ്റിൻ മെഡൽ, വിശുദ്ധ ജലം, പ്രാർത്ഥനമാല എന്നിവയാണ്. ഓറ എറ്റ് ലബോറ, പ്രേയർ ആൻഡ് വർക്ക് എന്നർത്ഥം വരുന്ന സന്ദേശം ഇന്നും വിശ്വാസികൾക്കും ആത്മീയതയും മാർഗദർശനവുമാണ്.